ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഹാഫ് മൂണാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വലിയ പണിയൊന്നുമില്ല, ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എന്തായാലും ചെയ്യണം കേട്ടോ, അപ്പോഴല്ലേ എനിക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇല്ലേ എന്നുള്ള അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഓരോരോ എണ്ണക്കടികളാണല്ലോ. അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കുകയെന്ന് കുറേ ആലോചിച്ചിട്ടാണ്. ഇത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കണത്. ഞാൻ ആദ്യമൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഇറച്ചിയടൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, അല്ലാതെ ഇത് ആദ്യമായിട്ടാണ്. പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ. ഇറച്ചിയടക്ക് വേറൊരു ടേസ്റ്റ്, ഇതിന് വേറൊരു ടേസ്റ്റാണ്. എന്നാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, എന്നാൽ കാണാനും നല്ല ഭംഗിയാണ്. നമുക്കൊക്കെ ഇങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത് ടേബിൾ മേലൊക്കെ കൊണ്ടുപോയി വെക്കുമ്പോൾ തന്നെ അതൊരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അധികം ചേരുവകളൊന്നും വേണ്ട കേട്ടോ. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നോമ്പൊക്കെ ആയ കാരണം എല്ലാ വീട്ടിലും ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. നമുക്ക് രണ്ടും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലില്ലാത്ത പീസാണ്. അത് കഴുകിയിട്ട് ഇതാ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പൊരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം ഞാനത് വേവിച്ചെടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ, കുരുമുളകൊന്നും ഇട്ട് കൊടുക്കണില്ല. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ അടിച്ചാൽ വെന്ത് വരും. അപ്പോൾ അത് വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അപ്പോഴത്തേനും നമുക്ക് ഉപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പ് പൊട്ടിച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ മറക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. പാത്രത്തിൽ കഴിഞ്ഞാൽ പിന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് മുന്നേ എടുക്കുമ്പോൾ ഉപ്പ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ വേഗം അതിലേക്ക് ഉപ്പ് പൊട്ടിച്ചിട്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് മൈദമാവ് കുഴച്ചുണ്ടാക്കണം. അപ്പോൾ അത് വാട്ടിയിട്ടുണ്ടാക്കണതാണ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് നമ്മളേതായ രീതിക്ക് കൊടുത്തിട്ട് ഞാൻ പച്ചക്ക് ഇതാക്കുകയാണ് ചെയ്തത്, പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് 1.5 കപ്പാണ് ഞാൻ എടുത്തേക്കണത്. എനിക്ക് കുറച്ച് ഭൂരി ഉണ്ടാക്കി എടുക്കണം, അപ്പോൾ അതിനും കൂടി ആയിട്ടുള്ള പൊടിയാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ അത് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയില്ലേ ഒരു വെടിക്ക് 2 പക്ഷിന്ന്, അതുപോലെ എനിക്ക് രണ്ടും ചായക്ക് കടിയായിട്ട് പൂരി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും കൂടി അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് മീതെ കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് എടുത്ത് വെക്കാം, കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേന് നമുക്ക് മസാല ഒക്കെ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേഗം ചതക്കാനുള്ളതൊക്കെ വേഗം ഉണ്ടാക്കി വെക്കുകയാണ്. നല്ല ഇടി വെട്ടിയിരുന്നു, ഇനി എപ്പോഴാണ് കറണ്ട് പോകാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് കുറച്ചധികം പൊടിച്ച് വെച്ചാൽ നമുക്ക് ഇനി ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ ഒരു 5-6 പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ചതക്കാനുള്ളത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഇതാ കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നല്ല മണമാവും. പിന്നെ അങ്ങനെ കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണ് ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഇതാ ചതച്ചെടുത്തിട്ടുണ്ട്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ചിക്കനും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, നന്നായി അരിഞ്ഞ് പോകണ്ട കേട്ടോ. പിന്നെ കൈ വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ എന്തായാലും ഇതുപോലെ ആയിട്ട് കിട്ടില്ല, നാര് പോലെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ അതും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും മാറ്റി വെക്കുക. അപ്പോൾ അരക്കാനുള്ളതും പൊടിക്കാനുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതതിന് 2 സബോള അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ചിക്കൻ, ഇത്രേ വേണ്ടുള്ളൂ. പിന്നെ ഞാനൊരു ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ എണ്ണ ചൂടായി, വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അത് സബോള ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒട്ടുമുക്ക സാധനങ്ങളും നമ്മൾ വഴറ്റിയിട്ട് തന്നെയല്ലേ, മസാലകളൊക്കെ ഒരുപോലെ തന്നെയാണ്, പക്ഷെ ഉണ്ടാക്കി വരുമ്പോൾ വേറൊരു സാധനങ്ങളായി മാറും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതന്നെ കാണിച്ചിട്ട് എനിക്കും മടുത്തു തുടങ്ങി, കാണണം നിങ്ങൾക്കും മടുത്തിട്ടുണ്ടാവൂലേ. അപ്പോൾ അത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. ഇത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അങ്ങനെ 3 പൊടികളാണ് ഇട്ട് കൊടുത്തത്. ഇനി അതൊന്ന് ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഇതാ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയാണില്ലേ, ആ ഒരു ഓറഞ്ച് കളർ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ചിക്കന് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. നമ്മൾ ഇറച്ചിയുടെ പോലെ നല്ല മസാല ആക്കി നമ്മളെ മുരിപ്പിച്ചിട്ട് എടുക്കണ പോലെ അത്ര പണിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കെന്താ വെളിച്ചെണ്ണ കുറവുള്ള പോലെ തോന്നി, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മസാല എല്ലായിടത്തും പിടിക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം മതി, നമ്മൾ ചിക്കനാടൊക്കെ ഉണ്ടാക്കണ ആ ഒരു പണിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ അത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മണവും ആ ഒരു ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുമ്പോഴൊക്കെ. അപ്പോൾ അത് കാരണമാണ് ഞാൻ കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മതി, കണ്ടില്ലേ, അല്ലാണ്ട് നന്നായി മുരിഞ്ഞ് വരിക അങ്ങനെയൊന്നും ആവണ്ട, ഒന്ന് വെന്ത് വന്നാൽ മതി, ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ അതായിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ മാവൊക്കെ കുറച്ച് നേരമായില്ല നമ്മൾ കുഴച്ച് വെച്ചിട്ട്, ഇപ്പോൾ അതായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് 2-3 പീസാക്കി നമുക്ക് വലിയതാക്കി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ 4 പീസാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടകളാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ വലിയതാക്കിയിട്ട് പരത്തിയെടുക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിയുമല്ലോ. പിന്നെ 2 മുട്ടയും കൂടി വേണം കേട്ടോ, അതിലൊന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 2 മുട്ട എടുത്തിട്ടുണ്ട്.
അതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതുപോലെ ഇതിൽ മുക്കിയിട്ട് ബ്രെഡിൽ കോട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ വലിയൊരു ചപ്പാത്തി പോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മുറിച്ചെടുക്കാം. വല്ല കുപ്പിയുടെ അടപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് കൊണ്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് മുറിച്ചെടുക്കട്ടെ. നമ്മുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കുക. ഞാൻ നമ്മുടെ ചിരട്ടപ്പുട്ട് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. പിന്നെ ഇതാ ഇതുപോലെ എടുക്കുക, ഒരു പൂരി എടുക്കുക. ഇത്ര വലുപ്പമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് അതിൽ മസാല വെച്ച് കൊടുക്കുക, നടുവിൽ മസാല വെച്ച് കൊടുക്കുക. കുറച്ചധികം മസാല വെച്ചോളൂ കേട്ടോ. ചെറുതായി വെക്കുമ്പോൾ നമുക്കൊരു കാണാൻ ഒരു ഭംഗിയില്ലാത്ത പോലെ, ഇത് പൊട്ടിപ്പോവുക അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട. അപ്പോൾ അതാ ഇനി കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ തന്നെ ഇതാവും. അല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഒട്ടിക്കാൻ പറ്റണില്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടാനുള്ള ഒരു സൂത്രം കൂടി കാണിച്ചു തരാം. ഇതാ ഒരെണ്ണം കൂടി എടുത്തു, അതിലേക്ക് മസാല വെച്ച് കൊടുത്തു. ഇതങ്ങനെ 4 സൈഡും ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ മസാല ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് വെച്ചിട്ട് സമൂസ ഉണ്ടാക്കാം, അതുപോലെ ഇത് ഉണ്ടാക്കാം. അപ്പോൾ നോമ്പ് തുറക്കെ ആണെങ്കിൽ നമുക്ക് 3-4 തരമൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സൂത്രം പറഞ്ഞു തരാമെന്ന്. കണ്ടില്ലേ, ഇത് വെച്ചിട്ട് ആ മൂടി കൊണ്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. 4 ഭാഗം ഇതായി ഷേപ്പായിട്ട് വരും. കണ്ടില്ലേ, ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ആ ഭാഗം പൊട്ടി വരും ചെയ്യും, മറ്റേ ഭാഗം നന്നായി കണ്ടില്ലേ ഒട്ടി വന്നേക്കണ് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ ആക്കി എടുത്താൽ മതി. ഷേപ്പ് ഇല്ലെങ്കിലൊന്നും കുഴപ്പമില്ല, ലാസ്റ്റ് നമുക്ക് ഷേപ്പാക്കി എടുക്കാമല്ലോ. ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് തന്നെ നോക്കിയൊക്കെ പലതും പല ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഷേപ്പിലും നല്ല കാര്യം, നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ വേണ്ടുള്ളൂ. ഇനി ഇതാ ഓരോ അടകളെടുക്കുക. ഇനി ഇതാ ഇതിൽ മുക്കിയെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ മുക്കിയെടുക്കുക, ബ്രെഡിലിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇത്ര പണിയുള്ളൂ. നമുക്ക് ആ പരത്തണ ഒരു സമയം മാത്രമേ പോവുള്ളൂ. മസാലകളൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ നോമ്പായ കാരണം നമ്മളെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് മാറ്റിയിട്ട് മറിച്ചിട്ടൊക്കെ ഉണ്ടാക്കി വെക്കാമല്ലോ. ചിക്കൻ ഇല്ലെങ്കിൽ ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കാം, മട്ടൻ വെച്ചിട്ട് ഉണ്ടാക്കാം. ഇനി ഒന്നും വേണ്ട, കോഴിമുട്ട വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അതൊക്കെ നമ്മുടേതായ ഓരോ ഇഷ്ടത്തിന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇനി കോഴിമുട്ട ഇല്ലെങ്കിൽ വേണ്ട, വെറുതെ ക്യാരറ്റ് ഇതൊക്കെ വെച്ചിട്ട് മസാല വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാമല്ലോ, ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് നമ്മളേതായ രീതിക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കാണാത്ത സാധനങ്ങളല്ലേ, അപ്പോൾ ടേബിളിൽ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ തന്നെ അവർക്കത് കഴിക്കാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. പിന്നെ ഓയിലാണ്, ഇവിടെ ഉമ്മ 2-3 ദിവസമായിട്ട് പറയുന്നുണ്ട് ഓയിലൊന്ന് മാറ്റി പിടിക്കാൻ. അതുപോലെ നിങ്ങൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ടാവില്ലേ ഓയിലൊന്ന് മാറ്റി പിടിക്കണം എന്നുള്ളത്. പക്ഷെ എന്താ ചെയ്യുക, നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തായാലും ഈ ഒരു എണ്ണപ്പലഹാരം ടേബിളിൽ കണ്ടില്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത പോലെയാണ്. എല്ലാ ദിവസവും വിചാരിക്കും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ ഇരുന്നിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങോട്ട് ഓയിലുള്ള തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. അല്ല, ഇനിയിപ്പോൾ കഴിഞ്ഞു തുടങ്ങിയല്ലോ, ഇനി ഉള്ളത് അങ്ങനെ പോട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വർഷം ഓയിലില്ലാതൊക്കെ നോക്കാം. എയർ ഫെയറിൽ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവിടെ പറ്റിയില്ലെങ്കിൽ ഒരു 3-4 ആൾക്കാർ ഉണ്ടാക്കണതല്ലേ, അപ്പോൾ അത് പറ്റിയില്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റായി പോവുമല്ലോ എന്നുള്ളൊരു പേടി കൊണ്ടാണ്. പിന്നെ ഇത് അധികം ഓയിലൊന്നും കുടിക്കണമെന്നില്ല കേട്ടോ. നമ്മൾ ഇട്ട് അങ്ങോട്ട് വേഗം ഉരിഞ്ഞ് വരുന്നുണ്ട്. 2 ഭാഗം കൊണ്ട് മറിച്ചിട്ട് കൊടുത്ത ഉള്ളൊക്കെ നന്നായി വെന്ത് വരുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വേവിച്ചെടുത്തതും. ഇതാകുമ്പോൾ നമുക്ക് പൂരിയും കൂടി ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുകൊണ്ട് പൂരി ഉണ്ടാക്കുകയാണ് ചെയ്തത് കേട്ടോ. ചില്ലി ചിക്കൻ വേണം, പൂരി വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേറെ പൊടി ആട്ടമാവ് കുഴക്കാനൊന്നും നിന്നില്ല. മൈദ തന്നെയാണ്, ഹെൽത്ത് ഒന്നല്ല. പക്ഷെ എന്നാലും ഇനിയിപ്പോൾ വേറെ ഉണ്ടാക്കണ്ടല്ലോ വെച്ചിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. നമ്മൾ മൈദ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു സാധനങ്ങൾ ആട്ടമാവ് കൊണ്ട് ഉണ്ടാക്കിയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അല്ലേ. അല്ലെങ്കിൽ ഞാനിത് ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് കണ്ടില്ലേ, ഗോൾഡൻ കളറായി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തു. ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതിന് നന്നായി ഉള്ളൊക്കെ മുരിഞ്ഞിട്ടുണ്ടാവും. ഈ റംസാൻ നിങ്ങളെ മുന്നിലേക്ക് ഓരോ വീഡിയോസും കൊണ്ടുവരാൻ എന്നെ കൂടുതൽ സഹായിച്ചേക്കുന്നത് എൻ്റെ കുഞ്ഞുമ്മയും ഉറുക്കുഞ്ഞുമ്മയും പിന്നെ സുമിത്തയാണ് കേട്ടോ. അവർ 2 ആളാണ് ഓരോ വീഡിയോസ് കാണുമ്പോഴും അല്ലെങ്കിൽ ഇവർക്ക് അറിയാവുന്നതൊക്കെ എനിക്ക് ഷെയർ ചെയ്ത് തരിക. അപ്പോൾ അത് കാരണമാണ് നിങ്ങളെ മുന്നിൽ എനിക്ക് ഓരോന്നായിട്ട് മാറ്റിയിട്ട് ഇങ്ങനെ വരാൻ പറ്റുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം റംസാന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതേ വീഡിയോസ് അല്ല ഇപ്രാവശ്യം ഇട്ടത്. അപ്പോൾ ഇങ്ങനെ മാറ്റിയിടാൻ വേണ്ടിയിട്ട് അവർ എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെയും പറ്റും, നാശമാവുന്നില്ല. അപ്പോൾ നമുക്ക് കുറേ അധികം ഉണ്ടാക്കിയിട്ട് കൂടുതലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കുകയും ചെയ്യാമല്ലോ. പിന്നെ ആവശ്യത്തിന് എടുത്തിട്ട് പൊരിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഹാഫ് മൂൺ ഉണ്ടാക്കി. പിന്നെ അത് ചില്ലി ചിക്കൻ ഉണ്ടാക്കി. പിന്നെ ഇതാ പൂരി ഞാൻ ചെറുതാക്കിയിട്ടൊന്നുമല്ല, നമ്മൾ പട്ടൂട പോലെ മുറിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. കുറച്ച് മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മയോല് മുക്കി കഴിക്കാണ്ടല്ലോ, അതാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം